ആടുജീവിതത്തിന്റെ ഹണിമൂൺ ഫേസിലുള്ള ആളാണ് ഞാൻ. ഐ ഹാഡ് ദ ബെസ്റ്റ് ടൈം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അല്ലേ. ഫുൾ എക്സൈറ്റിംഗ് ആണല്ലോ ലൈഫ് ഇപ്പോൾ. പുഷ്പം പോലെ വിരിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളാരാണ്? പറ. ഇംഗ്ലീഷ് കഫേ. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. അതന്നെ ആ എൻട്രി എടുത്തെടുത്ത് അതുകൊണ്ട് വണ്ടി എടുത്തില്ല. സിനിമയുടെ വലിയൊരു ലോഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. മലയാളത്തിൻ്റെ ഏറ്റവും ബൃഹത്തായ ഒരു സിനിമയാണ്. അപ്പോൾ എന്താണ് ഈ ലോഞ്ചിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം സംഗീത ആരാധകർ എന്നുള്ളതിൽ? അല്ല, റഹ്മാൻ സാറിൻ്റെ സംഗീത പരിപാടികൾ തന്നെ കേരളത്തിൽ വളരെ അപൂർവമായിട്ടേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പുറത്തു വരുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ഇവൻ്റാണ്. ആ സിനിമയിലെ പാട്ടുകളുണ്ട്, കൂടാതെ മറ്റു ചില പാട്ടുകളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സാറ് സിനിമയിൽ പാടിയിട്ടുണ്ടോ? ഇല്ല, ആടുജീവിതത്തിൽ ഞാൻ പാടിയിട്ടില്ല. പ്ലസ് ടേറ്റിൻ്റെ ഇതിന് മുമ്പുള്ള ചില സിനിമകൾ പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്നിവിടെ ഈ ഇവൻറ്റിൽ ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി വന്നതാണ്. ഏതൊക്കെയാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് റഹ്മാൻ സാറിൻ്റെ ഒരു പാട്ടാണ് പാടുന്നത്. ഞാനും എന്നോടൊപ്പം സിംഗർ നിഷാദും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പാടുന്നത്. റഹ്മാൻ സാറായിട്ട് മീറ്റിംഗ്സ് കഴിഞ്ഞോ? ജസ്റ്റ് ഇന്നാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. എന്തായാലും അത് ഭയങ്കര ഒരു മാജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് തീർച്ചയായിട്ടും. വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വേദിയിൽ പാടുകയും അല്ലെങ്കിൽ കേട്ട് ആസ്വദിക്കുകയും ചെയ്തിരുന്ന ഒരു ജനറേഷൻപ്പെടുന്നതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒന്ന് കാണുമെന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്വപ്നമാണ്. സാർ, ഞങ്ങൾ ഈ ആടുജീവിതത്തിൻ്റെ രണ്ടുപേരോടാണ് ഞങ്ങൾ ഈ ആടുജീവിതത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഇന്റർനാഷണൽ ഫിലിമിങ്ങിൻ്റെ ഒരു സൗണ്ട് സ്കേപ്പ് ഒക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആസ് എ മ്യൂസിക്കായിട്ട് അത്ര അടുത്ത് നിൽക്കുന്ന രണ്ടുപേർ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടത്? തീർച്ചയായിട്ടും ഇത് ആ ഒരു ലെവലിൽ തന്നെയാണ് ആ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ബ്ലസ്സേട്ടൻ്റെ മനസ്സിലുള്ള സങ്കല്പം അതാണ്. ഇതൊരു മലയാളം സിനിമയല്ല, മലയാളം ഭാഷ സംസാരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ മൂവിയാണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ ഭാഷയിലേക്കും ഡബ് ചെയ്യപ്പെട്ടതുമാണല്ലോ. അപ്പോൾ അതും പ്രതീക്ഷയായിരുന്നതാണ്. ഹിന്ദിയിലും ഉണ്ട്. അപ്പോൾ അത് എന്തായാലും ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പോകും, യാതൊരു സംശയമില്ല. താങ്ക് യു. പൃഥ്വിരാജ് സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു വിഷണറി ആയിട്ടുള്ള ആക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് നമ്മൾ ഈ ആടുജീവിതത്തെ മനസ്സിലാക്കുന്നത്. സാറിന് എന്താ ഫീൽ ചെയ്തത്? പിന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. 2010 മുതലുള്ള ബ്ലസ്സേട്ടൻ്റെയും രാജുവിൻ്റെയും വലിയ ശ്രമമല്ലേ ഇത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശരി, ഓക്കെ. വലിയ മലയാള സിനിമ ലോക സിനിമയ്ക്ക് തുറന്നിടുന്നൊരു വാതിലായിട്ടാണ് ആടുജീവിതത്തെ ആളുകൾ കാണുന്നത്. ഏകദേശം രാജുവിൻ്റെ ഒരു 16 വർഷത്തെ കഠിനാധ്വാനമുണ്ട്. വിളിച്ചിരുന്ന വിഷണറി ഡയറക്ടറുടെ ഒരു വലിയ വർക്കുണ്ട്. അപ്പോൾ സാർ ആസ് എൻ ഓഡിയൻസ് ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് പ്രോജക്റ്റാണ്. മലയാളത്തിലെ ഒരു മോഡേൺ ക്ലാസിക്കാണ് ഈ കഥ. ഈ രാജുവേട്ടൻ അതിൽ എടുത്തിരിക്കുന്ന എഫേർട്ട് നമുക്ക് എല്ലാവർക്കും ഓൾറെഡി ഏകദേശം ഒരു ധാരണയുണ്ട്. ബ്ലെസ്സി സാറിൻ്റെ ഒരു പടം എന്നുള്ള രീതിയിൽ തന്നെ വാട്ട് എവർ ഹി വാസ് ഗോയിങ് ടു ഡു നെക്സ്റ്റ് ഐ വുഡ് ബി എക്സൈറ്റഡ്. അപ്പോൾ എല്ലാ രീതിയിലും എക്സൈറ്റിംഗ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ മേളിൽ വരുന്ന ലേയേഴ്സ് മാത്രമാണ്. ഇന്ന് പിന്നെ പേഴ്സണലി ARR എന്നുള്ള വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ന് തോന്നിയിരിക്കുന്നത്. എന്ന് പറയുന്ന സീനിയർ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. സോറി,
പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലൊരു സീനിയർ. എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഞാനതിനെപ്പറ്റി എഴുതിയിട്ടൊക്കെയാണ് ചെറുതായിട്ട്. പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നതാണ് ദി എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ഈ പുട്ട്സ് ഇൻ, ഡെഡിക്കേഷൻ, പ്രൊഫഷണലായിട്ട് എങ്ങനെ ഇതൊരു ആർട്ടിസ്റ്റിക് ജോലിയാണല്ലോ, അതിൽ എത്രയും പ്രൊഫഷണലായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. ഞാൻ 2 പടം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് രാജുവേട്ടനടുത്ത്. അപ്പോൾ 2 കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. എനിക്ക് ഒരു പോയിന്റിൽ പോലും ലേറ്റായിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല, ഒരു പോയിന്റിൽ പോലും എനർജി ഡൗൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, എത്ര നീണ്ട ദിവസങ്ങളായിരുന്നെങ്കിലും. അതിന് അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ഇങ്ങനൊരു പ്രോജക്റ്റ്, ഇങ്ങനൊരു ക്യാരക്ടർ എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇൻ മെനി വേസ് വെരി ഇൻസ്പയറിംഗ് ആക്ടർ. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ആഡ് ചെയ്തത്. താങ്ക് യു. ഞങ്ങൾ മലയാളത്തിൻ്റെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള സെറ്റ് വർക്കുകളിലൂടെയും അല്ലെങ്കിൽ അഭിനയത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന വലിയൊരു ഇന്റർനാഷണൽ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകളാണ്. സന്തോഷേട്ടനെ ഏത് വിധത്തിലാണ് ആടുജീവിതത്തിൽ നോക്കി? തീർച്ചയായിട്ടും തന്നെയാണ്. കാരണം ഒന്ന്, ബെന്യാമിൻ്റെ ഈ ആടുജീവിതം വായിച്ചതോടുകൂടി ഇത് സിനിമയാകുന്നു എന്ന് കേട്ടതോടും കൂടിയും വല്ലാത്ത ആകാംക്ഷയിലാണ്. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന സംവിധായകരിൽ ഒരാളാണ് ബ്ലസ്സി സാർ. അപ്പോൾ ബ്ലസ്സി സാറിൻ്റെ എല്ലാ സിനിമകളും അത്രയധികം ഇഷ്ടമാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം, ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് 2005 ലോഹിതദാസ് സാറിൻ്റെ ചക്ര സിനിമയിലെ നായകനാണ് പൃഥ്വിരാജ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ അനുജനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് വന്നത്. പിന്നീട് കൂടുതൽ സിനിമകളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഒരു നല്ലൊരു ഇഷ്ടം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ സിനിമയെ ഇത്രയും പാഷനായിട്ട് കാണുന്ന അപൂർവം ഒരാളാണ് പൃഥ്വിരാജ്. അദ്ദേഹം ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. നമുക്കെന്നെ മാതൃകയാക്കേണ്ട ഒരു മനുഷ്യനാണ്. പിന്നെ അതിലപ്പുറം AR റഹ്മാൻ സാർ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലേ, ബോംബെ പോലത്തെ സിനിമകളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. പിന്നെ നമ്മുടെ മലയാളം എന്ന് പറയുന്നറിയാലോ, ചെറിയൊരു സ്റ്റേറ്റാണ്, കുറച്ച് പേര് മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയെ ഒരു ലോകത്തിൻ്റെ നെറുകയിലേക്ക് സിനിമ എത്തിക്കുകയാണ്. പിന്നെ ഒരു സംവിധായകൻ, ഒരുപക്ഷെ മലയാളത്തിൽ ഇതൊരു ചരിത്രമായിരിക്കും, ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ, പ്രത്യേകിച്ച് കൊറോണ കാലത്ത് അവരനുഭവിച്ച വിഷമതകളൊക്കെ നമ്മളൊക്കെ വലിയൊരു ആശ്ചര്യത്തോടു കൂടിയാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. പിന്നെ ഇൻഡസ്ട്രി, ഇപ്പം ഞാൻ ഒരു ആക്ടറാണെങ്കിലും ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രി ഒരു വലിയൊരു വൈഡായിട്ട് പോകുന്ന, ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ ഇൻഡസ്ട്രി നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. ഓരോ സിനിമയിൽ അഭിനയിക്കുക എന്നതിലപ്പുറം നമ്മുടെ മലയാളം, നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുണ്ടായ ഒരു നോവൽ, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തെ അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇത് ലോകം ചർച്ച ചെയ്യപ്പെടാൻ പോകുമ്പോൾ നമുക്കെല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം. നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്യാണ് ഇത് ഒരു വലിയ സ്ക്രീനിൽ കാണാൻ വേണ്ടി. ഇന്നത്തെ ഓഡിയോ ലോഞ്ച് തന്നെ അത്രയും അതിഗംഭീരമായിട്ടാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ പോലും പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം, അഭിമാനമാണ്. താങ്ക് യു. ഹലോ. അപ്പോൾ ചേട്ടൻ്റെ കരിയറിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് രാജുവേട്ടൻ്റെ ഒരു പ്രസൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു മൂത്ത ചേട്ടൻ്റെ ഒരു ഇൻ്റർനാഷണൽ സംഭവം, അത് അതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ചിന് വരിക ഭയങ്കര പ്രൗഡാണ് ഇപ്പോൾ ഈ മൊമെൻറ്റിൽ? 100% പ്രൗഡാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇതിൻ്റെ ഇൻവൈറ്റ് എന്നെ ബ്ലസ് സാർ മെസ്സേജ് അയച്ച് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും അവിടെ ഉണ്ടായിരിക്കും, വിളിച്ചില്ലെങ്കിലും വരും എന്ന് പറഞ്ഞത്. കാര്യം ഇതൊരു ചരിത്രമാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ മലയാള സിനിമയ്ക്കും, ഈ സിനിമയിൽ വർക്ക് ചെയ്തവർക്കും മാത്രമല്ല, മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇത് വലിയ വാതിലുകളാണ് തുറന്നിടാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഒരു സിനിമ വരുന്ന സമയത്ത്, അത് ഒരു ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് അത് ഇതുപോലത്തെ ഒരു സിനിമ തന്നെ ആയിരിക്കണം എന്ന് എനിക്കും ഉറപ്പുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ബ്ലസ് സാർ വർഷങ്ങളോളം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ മുതൽ എത്രയോ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. രാജുവേട്ടൻ ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളൊക്കെ കണ്ടതാണ്. ആ ട്രാൻസ്ഫോർമേഷൻ കൊറോണയൊക്കെ വന്ന സമയത്ത് പുള്ളി മെയിൻറ്റെയിൻ ചെയ്തു പിന്നെയും വർഷങ്ങളോളം. എന്നൊക്കെ പറയുന്നത് ഭയങ്കര അനുകരണീയമാണ്, ആദരണീയമാണ്. എനിക്ക് ഭയങ്കര അഡ്മിറേഷനാണ് രാജുവേട്ടനോട് തോന്നുന്നത്. അതിപ്പോൾ എൻ്റെ കരിയറിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇല്ലാത്ത ഒരു ആക്ടർ ആണെങ്കിൽ കൂടി, അങ്ങനെയായിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ കൂടി തീർച്ചയായിട്ടും ഭയങ്കര ഇൻസ്പയറിംഗ് ആണിത്. പക്ഷേ ഓൾറെഡി ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധവും എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ പല നിർണായക ഘട്ടങ്ങളിലും എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുള്ളതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇരട്ടി സന്തോഷമാണ്.
ഇപ്പോൾ ഒരു ഡയറക്ടർ 10 വർഷം വെയിറ്റ് ചെയ്തൊരു പ്രൊജക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ആക്ടർ അതിനു വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെക്കുന്നു, അയാളുടെ ശരീരം, സമയം എല്ലാം ഒഴിഞ്ഞു വെക്കുന്നു. അപ്പം ടോവിനോനെ സംബന്ധിച്ചിടത്തോളം ഈ സീൻ പൃഥ്വി എന്നൊരു സീനിയർ എത്രത്തോളം ഇൻസ്പയർഡും പിന്നീട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ ഉത്തരത്തിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാര്യം കരിയറിൽ വന്ന് 20 വർഷത്തിലധികമായി രാജുവേട്ടൻ വന്നിട്ട് ഒന്നും പ്രൂവ് ചെയ്യാനില്ലാത്ത ആളാണ്, ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ ആ സ്റ്റേജിൽ നിന്ന് മറ്റ് സിനിമകളെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയവും സ്വന്തം ആരോഗ്യവും ഒക്കെ ചിലവഴിക്കുക എന്ന് പറയുന്നത്, അത് ആരോഗ്യം എന്ന് പറയുന്നത് അത്രയും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസ് പോലുമല്ല. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അതുവരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കെന്നല്ല, ഈ ഇൻഡസ്ട്രിയിലുള്ള അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ചോദിച്ചിട്ടപ്പോൾ നമ്മൾ മലയാള സിനിമയുടെ ഫോം ഭയങ്കര ഫൈൻ ഫോമില്ല. കാരണം മഞ്ജുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ വരെ സൂപ്പർ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ പ്രേമലും ബ്രഹ്മയുഗം ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ ഒരു മലയാളം സിനിമയിൽ പ്രധാനി എന്ന രീതിയിൽ ഭയങ്കര ഹാപ്പി അല്ല, ഭയങ്കര ചില്ലല്ലേ? ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മലയാള സിനിമ ഇതുപോലെ ഇത് ഇപ്പോഴല്ല, ഇതിന് മുമ്പേ സംഭവിക്കേണ്ടത്. ഇതുമല്ല, ഇതിനപ്പുറത്തേക്ക് മലയാള സിനിമ ഇനിയും വളരും. അങ്ങനെയൊക്കെ വളരുന്ന സമയത്ത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ട് വളരാൻ പറ്റില്ല. ഇൻഡസ്ട്രി വളരുന്ന സമയത്ത് കൂടെയുള്ള എല്ലാവരും വളരും. എനിക്കും ആ വളർച്ചയുടെ, ഇപ്പോൾ ഞാൻ ഭാഗമല്ലാത്ത സിനിമകളാണെങ്കിൽ പോലും എനിക്ക് വളരെ അടുപ്പമുള്ള ആളുകളാണ് ഈ സിനിമകളുടെയൊക്കെ പിറകിലുള്ളത്. ആ സിനിമകളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണം എനിക്കും കൂടിയാണ് എന്നുള്ളൊരു സെൽഫിഷ് റീസണും കൂടെ തീർച്ചയായിട്ടും ഉണ്ട്. അജയൻ്റെ 2ാം വർഷത്തിനോട് ഞങ്ങൾ കട്ടായി. താങ്ക് യു. എന്തിനാണ് ജോയിൻ ചെയ്തത്? സ്ക്രിപ്റ്റ് ഞാൻ സിനിമകളായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷാത്കാരമായിട്ടാണ് നമ്മുടെ ആടുജീവിതം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആസ് എ ഫ്രണ്ട്, ഒരു ഒപ്പം വർക്കുന്ന സഹപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഈ ലോഞ്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഇത് കുറേ വർഷമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയൊട്ട് എഫേർട്ടിന് ആസ് എ ട്രൂ ഫ്രണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പൃഥ്വിയുടെ ലൈഫിലെ ഏറ്റവും വലിയ ആക്ടിങ് അച്ചീവ്മെൻറ്റ് ആവണമെന്ന്. ലെറ്റ്സ് ഹോപ്പ് സോ. ഞങ്ങൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ആടുജീവിതത്തിൻ്റെ സൗണ്ട് സ്റ്റെപ്പ് ഒക്കെ കണ്ട് ഞെട്ടിയിരിക്കും. ഒരു ഇൻ്റർനാഷണൽ സംഭവമാണ്. തീർച്ചയായിട്ടും ഇതിലിപ്പം ഗോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്നുള്ളൊരു സംഭവം, ഒരു അർത്ഥം കൂടി ഉണ്ട് കണ്ടംപററി. അപ്പോൾ അതുപോലത്തെ ഗ്രേറ്റസ്റ്റ് ഒരാളാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ തീർച്ചയായിട്ടും ആ സെക്ഷൻ പ്രോപ്പർലി എല്ലാം കൊണ്ടും നമുക്കറിയാം എന്താണ്. പക്ഷേ പൃഥ്വിയുടെ ആക്ടിങ് കാണാൻ വളരെയധികം കൊതിച്ചിരിക്കുകയാണ്. എമ്പുരാൻ്റെ പണികൾ എവിടെ വരെ നടന്നുകൊണ്ടിരിക്കുന്നു, ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ? ശക്തമായിട്ട് പോകുന്നു. താങ്ക് യു. ഹായ് ഹായ് ഹലോ ഹായ്. ഓക്കെ. ഇപ്പോൾ ഒരു മലയാളം സിനിമയല്ല, ഒരു ഇന്റർനാഷണൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഹോപ്പ് ചെയ്യുന്ന ട്രെയിലർ. എല്ലാവർക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് ആയാലും ടെക്നീഷ്യൻ സൈഡിലായാലും എ റഹ്മാൻ സാറാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഹൗ പ്രൗഡ്? എക്സ്ട്രീംലി പ്രൗഡ്. ഞാനിപ്പോൾ പല സ്ഥലത്തും പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നും, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം മലയാളം സിനിമ ഭയങ്കര നല്ലൊരു സമയത്തൂടെയാണ് കടന്നു പോകുന്നത്. കാരണം പല നല്ല സിനിമകൾ വരുന്നു, പല രീതിയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അത് ഈക്വലി അർഹിക്കുന്ന ഒരു അപ്രിസിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഒരു ഭയങ്കര നല്ലൊരു സമയത്താണ് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിംസ് ഗോണക്കാം. ആൻഡ് ആടുജീവിതം എനിക്ക് നമ്മളെല്ലാവരും മിക്കവാറും ആൾക്കാരും വായിച്ചൊരു പുസ്തകമാണ്. നമ്മൾ അഡാപ്റ്റേഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അത് ചെയ്തിരിക്കുന്ന ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സുമാണ്. ഇതിൻ്റെ പുറകെ പോയിരിക്കുന്ന എഫേർട്ട്, ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്ന സ്റ്റെഫിയാണ്. സ്റ്റെഫി എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതും കൊണ്ടും കൂടെ ഇത് ഓരോരോ സമയത്ത് ഇതിൻ്റെ സ്ട്രഗിൾ എന്തായിരുന്നു, ഇപ്പോൾ ആതിര ചേച്ചി ഇതിൻ്റെ PR ചെയ്യുന്നത്, ഇവരൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പുറകിൽ നടക്കുന്നൊരു സ്ട്രഗിൾ. അത്രയും കടമ്പകൾ കടന്നാണ് ഫൈനലി സിനിമ ഇറങ്ങാൻ പോകുന്നത്. ഹൈ ഹോപ്സ് ആണ്, കാരണം ട്രെയിലർ കണ്ടിട്ടും കൂടെ ഭയങ്കര ഹൈ ഹോപ്സ് ആണ്. ഐ റിയലി ബിലീവ് ദാറ്റ് ദ ഫിലിം ഇസ് ഗോണ ലിവ് അപ്പ് ടു അവർ എക്സ്പെക്ടേഷൻ. താങ്ക് യു. The actor Prithviraj has given his valuable 15 years to this film, and Blasi, the visionary director, has given 10 years career to the film. So how do you look ആടുജീവിതം? ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു മൂവീൻ്റെ ചെറിയൊരു പാർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരു ചാൻസ്. ഐ എം എ ബിറ്റ് ഓഫ് പാർട്ട് ഓഫ് ദിസ് ഓൾസോ. സോ അതിന് ഒരു വലിയ പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. സോ ഞാൻ അധികം പറയുന്നില്ല, ഈ റിലീസ് കഴിഞ്ഞിട്ട്, ഈ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ട് പറയാം. സോ താങ്ക് യു. ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഏതൊരു മലയാള സംവിധായകനെയും ഇൻസ്പയർ ചെയ്യുന്ന ആളാണ് ബ്ലസി. ഇപ്പോൾ കാഴ്ച തൊട്ടിട്ട് പ്രണയവും പളക്കും ഒക്കെ അതിൽ ഉൾപ്പെടും. അപ്പോൾ മറ്റൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ആടുജീവിതം, അത് മലയാളം ഏറ്റവും അധികം വായിച്ചിട്ടുള്ള ഒരു നോവൽ. അപ്പോൾ അതിൻ്റെ ഒരു ചലച്ചിത്ര ഭാഷ എങ്ങനെയാവുന്നതാണ് പ്രതീക്ഷ? എന്താണ് ആടുജീവിതത്തെ പറ്റി പറയാനുണ്ടാവുക? ആടുജീവിതം നമുക്ക് ഭയങ്കര അഭിമാനം ഉണ്ടാക്കുന്നുണ്ട്. ആസ് എ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വലിയ ആൾക്കാർ നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുന്നു. ഇപ്പോൾ എ റഹ്മാൻ ഉൾപ്പെടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ടെക്നീഷ്യൻസ് ഒക്കെ നമ്മുടെ സിനിമ ജോലി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര അഭിമാനമാണ്. അപ്പോൾ പിന്നെ പൃഥ്വിരാജ് ആണെങ്കിലും ബ്ലസ്സി ആണെങ്കിലും ഇവരുടെയൊക്കെ സിനിമ, പ്രത്യേകിച്ച് ബ്ലസ്സിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സിനിമാക്കാരനാണ് തോന്നിച്ച സിനിമയാണ് കാഴ്ചയൊക്കെ. സോ അതിന് സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതും വലിയ അഭിമാനവും സന്തോഷവും. കാതലിന് ശേഷം മറ്റൊരു മമ്മൂക്ക സിനിമ ഉണ്ടാവുമോ? അറിയില്ല, ഉണ്ടായി വരണം, ഉണ്ടാവുമായിരിക്കും, ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പുതിയ പ്രോജക്റ്റ് വല്ലതും ആയോ? ഇല്ല, ആയിട്ടില്ല. താങ്ക് യു. അടിപൊളി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അല്ലേ. ഫുൾ എക്സൈറ്റിംഗ് ആണല്ലോ ലൈഫ്. ഫസ്റ്റ് ഷെഡ്യൂൾ ആണല്ലോ ഒരുമിച്ച് അഭിനയിച്ചത്. ഫസ്റ്റ് മൂവി അല്ല, ഫസ്റ്റ് ഷെഡ്യൂളിലാണല്ലോ സീക്വൻസ് അഭിനയിച്ചത്. അതിനുശേഷം പൃഥ്വിയുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോൾ നെട്ടിയോ ശരിക്കും? അതെ ആക്ച്വലി ആടുജീവിതത്തിന്റെ ഹണിമൂൺ ഫേസിലുള്ള ആളാണ് ഞാൻ. ഐ ഹാഡ് ദ ബെസ്റ്റ് ടൈം. ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. ആൻഡ് ഐ ഫെൽറ്റ് വെരി ഇമോഷണൽ ഓൾസോ സീയിങ് ഹിം ഗോ ത്രൂ ഓൾ ദാറ്റ്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ബി വർത്ത് ഇറ്റ്. യാ, താങ്ക് യു. ജസ്റ്റ് ഫ്യൂ വേർഡ്സ്. പൃഥ്വി, ജസ്റ്റ് ഫ്യൂ വേർഡ്സ്. Side.